പിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. നല്ല നമസ്കാരത്തിൻ്റെയും നല്ല സംസ്കാരത്തിൻ്റെയും പുണ്യ റമദാൻ നാളുകൾ. പൊള്ളുന്ന ജീവിതത്തെ സഹനം കൊണ്ട് അതിജീവിച്ച് പ്രാർത്ഥനയുടെ രാവുകളിലേക്ക് ഓരോ ഭക്തനും പ്രവേശിക്കുന്ന സമയം. ഈണങ്ങളുടെ നിലാമഴയുമായി വീണ്ടും ഒരു ഗസൽ നിലാവ്. ഞാൻ പ്രണവ മധു. ഒപ്പം നിങ്ങളും നിങ്ങളുടെ ഫോൺ കോളുകളും നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും. ഗസലുകൾ നമുക്ക് സാന്ത്വനങ്ങളാണ്. ഈണങ്ങളുടെ പെരുമഴയാണ്. ഗസലുകളിൽ മലയാളം വഴിയിൽ നമ്മൾ ഓർക്കുമ്പോഴൊക്കെ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ ബാബുരാജൊക്കെ അനുവാദമില്ലാതെ കടന്നു വരും. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആ സൗഖ്യമാണ് ഗസലിൻ്റെ ഈണങ്ങളിലേക്ക് ഓരോ സംഗീതാസ്വാദകനെയും കൈപിടിച്ച് നടത്തുന്നത്. മുമ്പായി ഇതുപോലെ നല്ല ഈണങ്ങളുടെ വഴിയിൽ ഇവിടെ മലയാളം ഗസലുകൾ ഒരുപാട് ഈണങ്ങൾ കടന്ന് ഈ രാവിൽ പുതിയൊരു ഈണവുമായി, പുതിയൊരു ഗസൽ വഴിയുമായി, പുതിയൊരു പാട്ടിൻ്റെ പിറവിയുമായി അല്ലെങ്കിൽ പിറവിയുടെ പിന്നിലെ കഥയുമായി ഒരു പാട്ടിൻ്റെ ഒരു ഈണം കൂടി. നിലാമഴ. പ്രാണവീണതെന്നോം തന്തികൾ നാദമിനിയുമുണർത്തുമോ. പ്രാണവീണതെന്നോം തന്തികൾ നാദമിനിയുമുണർത്തുമോ. ശ്രുതിയും താളവും പെയ്തൊഴിഞ്ഞൊരു ഓർമ്മയിൽ പഴയൊരീണം. പ്രാണവീണതൻ നോവും തന്തിയിൽ നാദമിനിയും ഉണർത്തുമോ. വരികളിൽ വാക്കുകളിൽ ഒളിച്ചിരിക്കുന്ന അർത്ഥം സുതാര്യമാണെങ്കിലും അർത്ഥങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു പ്രണയ കഥയുണ്ട്, അത്ര സുതാര്യമല്ലാത്ത. പ്രാണൻ നമുക്കറിയാം. ഒരുപാട് ഗസലുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു പദമാണ്, നമുക്ക് നിത്യപരിചിതമായ പദം കൂടിയാണ് പ്രാണൻ. പ്രാണനും പ്രാണനാം പെൺകിടാവേ, എൻ്റെ പ്രാണനും പ്രാണനാം പെൺകിടാവേ, ഞാനറിയാതൻ കരൾ കവർന്നോടിയ പ്രാണനും പ്രാണനാം പെൺകിടാവേ, എൻ്റെ പ്രാണനും പ്രാണനാം പെൺകിടാവേ. പ്രാണൻ്റെ പ്രാണനൊക്കെ നമ്മൾ ഒത്തിരി കേട്ടു ONV സാറിൻ്റെ വരികളിൽ, മുംബൈയുടെ ആലാപനത്തിൽ. ഇവിടെ പ്രാണവീണതന്നോവും തന്തികൾ നാദമിനിയുമുണർത്തുമോ. പ്രാണവീണതൻ നോവും തന്തിയിൽ. ആ നോവ് തന്നെ നമുക്കറിയാം ഏതോ ഒരു അസുഖകരമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ പ്രതീക്ഷ
ഒക്കെ അപ്പുറത്തുള്ള ഏതോ സംഭവത്തിൻ്റെ ഒരു പിൻവിളി പോലെ വരുന്നതാണ് നോവ്. എൻ്റെ പ്രാണൻ്റെ വീണയിൽ, പ്രാണൻ്റെ തന്തികൾ വലിച്ചു കിട്ടിയ വീണയിൽ ഒരു പ്രതീക്ഷയുടെ ചെറിയൊരു ദീപനാളം അങ്ങേ തലക്കിലെങ്ങോ തെളിയുന്നുണ്ട്. ആ ഒരു ചെറിയ പ്രതീക്ഷയും അതിനപ്പുറത്ത് ഇനി പുതിയൊരു നാദം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുമാണ് ഏറിയ അളവുമുള്ളത്. പ്രാണവീണ തന്നോവും തന്തികൾ നാദമിനിയുമുണർത്തുമോ. നമുക്ക് ഫസ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ആരാണ്? ഹലോ, നമസ്കാരം. എന്റെ പേര് സുരേഷ് എന്നാണ്. സുരേഷ്, നമസ്കാരം. ഗസൽ നിലാവിലേക്ക് സ്വാഗതം. പറയൂ. ഗസൽ നിലാവ് കാണാറുണ്ട്. ഓക്കെ, ഞാൻ അജ്മാനിൽ നിന്ന് വിളിക്കുകയാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഈ പരിപാടി ഇഷ്ടമാവുന്നുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊരു വെറൈറ്റി പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ സാറിന്റെ ഒരു ഗസൽ പ്രോഗ്രാം ഞാൻ അജ്മാനിൽ ഒരിക്കൽ കണ്ടായിരുന്നു. ഓക്കെ, സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം പിന്നെ ആക്സിഡന്റ് ആയിട്ട് ഇതിൽ കാണാൻ പറ്റി NTV-ല്. അന്ന് നമ്മൾ പരിചയപ്പെട്ടില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല, പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഇനി പരിചയപ്പെടാം. തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പൊ ഈ ഗസൽ നിലാവ് സ്ഥിരമായിട്ട് കാണുന്ന ആളാണോ? അതെ അതെ അതെ, സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. അതെ. അപ്പൊ ഈ മലയാളം ഗസലുകൾ എന്നുള്ളൊരു വഴി ഞാൻ സ്വീകരിച്ചാൽ എന്താണ് അഭിപ്രായം? മലയാളം ഗസൽ, ഈ ഗസൽ ശാഖകളില് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒന്നും കാണാനില്ല. ഓക്കെ. സാറിപ്പോ ഇനി പുതിയ എന്തെങ്കിലും പിന്നെ ഗസൽ സീരിയൽ വല്ല ഇറക്കാനോ അങ്ങനെ വല്ല തീരുമാനമുണ്ടോ? അല്ല, ഒന്ന് ഗസലിന്റെ ഈ മലയാളം വഴിയെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ ഈ ഗസലുകള് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഗസലുകളിൽ നമ്മൾ ഗന്ധർവ സംഗീതത്തില് പുറത്തിറക്കാനൊരു പദ്ധതിയും കൂടി ഒരു കൂട്ടായ്മ ഇടുന്നുണ്ട്. അത് ഇവിടെ തന്നെയാണ്, ദുബായിൽ ഷാർജയിലെ ഒരു കൂട്ടായ്മയാണ് അങ്ങനെ ഒരു പദ്ധതി വെച്ചിരുന്നത്. ഗ്രാമം.com എന്ന് പറഞ്ഞ സംഘടന ഇങ്ങനെ ഇതൊരു ആൽബം ആക്കാനുള്ള ശ്രമത്തിന്റെ പിന്നിലാണ്. തീർച്ചയായിട്ടും ചെയ്യണം സാർ, തീർച്ചയായിട്ടും ചെയ്യണം. ഒരുപാട് ഗസലിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, വളരെ സന്തോഷം. ആത്മാർത്ഥമായ ഈ വാക്കുകൾക്ക് അതേ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. പ്രാണവീണ തന്തികൾ നാദമിനിയുമുണർത്തുമോ. ശ്രുതിയും താളവും പെയ്തൊഴിഞ്ഞൊരു ഓർമ്മയിൽ. ശ്രുതിയും താളവും പെയ്തൊഴിഞ്ഞു. ആ ഓർമ്മയിൽ നിന്ന് പോലും വാർന്നുപോയ ശ്രുതിയും താളവും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഏതോ അങ്ങേ അറ്റത്തൊരു പ്രതീക്ഷയുടെ നേരിയ വെട്ടം, ഒരു മിന്നാമിനുങ്ങ വെട്ടം പോലെ മാത്രം അവശേഷിക്കുന്നു. നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് ഇവിടെ ഈ കഥാനായിക എന്ന് നമുക്ക് പറയാം ഇരിക്കുന്നത്. ശ്രുതിയും താളവും പെയ്തൊഴിഞ്ഞൊരു ഓർമ്മയിൽ പഴയൊരീണം. പ്രാണവീണ തന്നോവും തന്തികൾ നാദമിനിയുമുണർത്തുമോ. പ്രാണവീണ തന്നോവും തന്തികൾ നാദമിനിയുമുണർത്തുമോ. ശ്രുതിയും താളവും പെയ്തൊഴിഞ്ഞൊരു ഓർമ്മയിൽ. ശ്രുതിയും താളവും പെയ്തൊഴിഞ്ഞൊരു ഓർമ്മയിൽ ഇതിൻ്റെ രചനയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ മലയാളം ഗസലുകൾ എൻ്റെ രചനയ്ക്ക് അപ്പുറത്തു നിന്ന് ചില പാട്ടുകൾ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. ഇതിൻ്റെ രചന
ലൈജ നവാബുദ്ദീൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ്. കേരളത്തിലെ പ്രമുഖരായ പ്രസിദ്ധരായ വ്യാവസായിക പ്രമുഖരിൽ ഒരാളായ മിസ്റ്റർ നവാബുദ്ദീൻ അവരുടെ ഭാര്യ, ദുബായിലൊക്കെ ബിസിനസ്സിൽ പങ്കാളിയായ ശ്രീമതി ലൈജ നവാബുദ്ദീൻ എഴുതിയ ഒരു ഗാനമാണ്. അപ്പോൾ ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്കല്ല അവർ ശ്രദ്ധിക്കപ്പെട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ പാട്ടിൻ്റെ മികവ് ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെടുന്നു. അവിചാരിതമായി എൻ്റെ ഒരു സുഹൃത്ത് വഴി ഈ വരികൾ കാണാനിടയായ ഞാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിൻ്റെ രചനാ ഭംഗിയും രചനാ വൈഭവവും എന്നെ ആകർഷിക്കുകയും ഇതിൽ ഈണം ചേർത്തപ്പോൾ ഈ എൻ്റെ ഹൃദയത്തിൻ്റെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് പല പാട്ടുകളിൽ എന്ന് പറയുന്നത് അതിശോക്തിയല്ല. ഈ പാട്ടുകളിലും അത്തരമൊരു വികാരം അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ രചനാപരമായ സവിശേഷത ഇതിൻ്റെ ഈണം നൽകുന്നതിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ശ്രീമതി ലൈജ നവാബുദ്ദീൻ്റെ നിരവധി പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു പ്രണയത്തിൻ്റെ ചിത്രം, നല്ല പ്രണയം എന്ന് പറയുമ്പോൾ പോസിറ്റീവായ ഒരു പ്രണയത്തിൻ്റെ സാക്ഷാത്കാരം എന്നല്ല അതിനർത്ഥം. പ്രണയ വികാരങ്ങളുടെ നല്ല ആവിഷ്കാരം എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ശ്രുതിയും താളവും ഒരു കാലത്ത് ഊർജമായിരുന്ന ഒരു പഴയ ഈണത്തെ ഓർമ്മയിൽ നിന്ന് വാർന്നു പോയിട്ടും അവശേഷിക്കുന്ന ഒരു നെയ്ത്തിരുനാള വെട്ടം പോലെ ആ ഈണം ഇല്ല എന്ന് പറയുന്നെങ്കിൽ അവശേഷിക്കുന്നു എന്നുള്ള സൂചന കൂടി ആ വരികളിൽ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ആ രചനയുടെ ഒരു എടുത്തു പറയാവുന്നൊരു മികവ്. അതുകൊണ്ട് തന്നെയാണ് ഈണം ചേർത്തപ്പോഴും, ഈ വരികളിലേക്ക് ഈണം ചേർത്തപ്പോഴും, അല്ലെങ്കിൽ ആ വരികളിൽ നിന്ന് ഈണം ഞാൻ കണ്ടെടുത്തപ്പോൾ ദേവരാജൻ മാഷ് പറയുകയുണ്ടായി, നല്ല കവിതകളിൽ സംഗീതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സംഗീത സംവിധായകന്റെ ദൗത്യം അല്ലെങ്കിൽ അതിൻ്റെ ചുമതല എന്ന് പറയുന്നത്, കർത്തവ്യം എന്ന് പറയുന്നത് ആ ഒളിച്ചു വെച്ചിരിക്കുന്ന സംഗീതത്തെ ആ കവിതയിൽ നിന്ന് പുറത്തെടുക്കുക എന്നുള്ളതാണ്. എത്ര വാസ്തവമായ കാര്യമാണ്. ഒരു നല്ല കവിതയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഈണം ഇങ്ങനെ വരും. ഈ കവിതയ്ക്ക് ഈ ഈണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ ഒരു അരിവ് പോലെ ഉറവയെടുക്കും. അതുപോലെ ഈ വരികളിലേക്ക് ഈണം വന്നു ചേരുകയായിരുന്നു. ഒരുപാട് മനസ്സുകളിൽ ഒരു ചോദ്യചിഹ്നമായി ഏതെങ്കിലുമൊക്കെ ജീവിത അവസ്ഥകളിൽ ഇങ്ങനെ തറച്ചു വന്നേക്കാം. അത്തരം അവസ്ഥകൾ കടന്നുപോയ ഒരുപാട് മനുഷ്യ മനസ്സുകൾക്ക് ഇതൊരു ചോദ്യചിഹ്നമായി തന്നെ നിന്നേക്കാം. ശ്രുതിയും താളവും പെയ്തൊഴിഞ്ഞൊരു ഓർമ്മയിൽ കോളുണ്ട്. ഹലോ, നമസ്കാരം. നമ്മുടെ ആദ്യ എപ്പിസോഡിൽ വിളിച്ചിരുന്ന മോഹൻ. വീണ്ടും നമസ്കാരം മോഹൻ, ഗസൽ നിലാവിലേക്ക് സ്വാഗതം. ഒരു കാര്യം ചോദിക്കട്ടെ, ആദ്യത്തെ എപ്പിസോഡ് മുതൽ മുടങ്ങാതെ കാണുന്നുണ്ടായിരുന്നോ? ഓ, വളരെ സന്തോഷം, വളരെ സന്തോഷം. നല്ല കാര്യം. ഞാൻ കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിൽ അങ്ങനെ 1-2 പാട്ടുകൾ അവസാന ഭാഗത്ത് മുഴുവനായിട്ട് പാടുകയുണ്ടായി. അത് നമ്മൾ തീർച്ചയായിട്ടും ഈ പാട്ട് എങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് ഇല്ല, അതായത് ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇത്തരം വർത്തമാനങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട ഫോൺ കോൾസും ഒക്കെയാണ് നമ്മുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഥകളും വിശേഷങ്ങളുമായിട്ട് പോകുന്ന ഈ പാട്ട് അവസാന ഭാഗത്ത് ഉറപ്പായിട്ടും മോഹന് വേണ്ടി മാത്രമല്ല എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയും ചേർത്ത് പാടുന്നതായിരിക്കും. ഓക്കെ. തീർച്ചയായിട്ടും ആ എങ്ങനെ മുറിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിന്റെ അവസാന ഭാഗത്ത് മുഴുവനായിട്ട് ഒരുമിച്ച് പാടി തരുന്നതായിരിക്കും. ഓക്കെ. ഒരു കാര്യം
ചോദിക്കട്ടെ സാറേ, ഇത് പിന്നെ ഇത് നമുക്ക് CD ആയിട്ട് മറ്റേ മേടിക്കാൻ കിട്ടുമോ ഈ പാട്ടുകള്? ഈ പാട്ട് കിട്ടും, ഇതിലെല്ലാ പാട്ടുകളും കിട്ടില്ല. ഈ പാട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള രാഗസൗഗന്ധികം എന്ന ആൽബത്തിലൊരു പാട്ടാണ്. ഞാനതിങ്ങനെ കുറച്ച് പിന്നെ ഗസലിന്റെ വഴിയിൽ പാടുന്നു ഇങ്ങനെ. അതിനകത്തൊരു മെലഡി സോങ് ആയിട്ട് ഇങ്ങനെ ഒരു ആ ഫ്രെയിമിനുള്ളിൽ തന്നെ പാടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സുകള് നല്ല രീതിയിൽ എഴുതുന്നവരുണ്ടായി. അതെയോ? അവരൊക്കെ ഇങ്ങനെ സാറിനെ കോൺടാക്ട് ചെയ്താൽ കൊള്ളാമോ, ഇങ്ങനെ കുറച്ച് വരികൾ തന്നാൽ കൊള്ളാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന തന്നെ ഒരു എഴുത്തുകാരി അല്ലാത്ത എന്നാൽ മികവുള്ള എഴുത്തുകാരിയെ കുറിച്ചാണ്. അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എഴുതണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ തന്നാൽ എൻ്റെ സംഗീതം മതിയെങ്കിൽ ഞാനത് എൻ്റെ സംഗീതം ചെയ്തു തരുന്നതിൽ വളരെ സന്തോഷമാണ്. ഞാൻ ഈ തുറന്ന വേദിയിൽ പറയുകയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും എഴുതാം, എന്നെ വരികൾ കൊണ്ട് സമീപിക്കാം. ഓക്കെ, എന്തായാലും പക്ഷെ താങ്ക് യു. എനിക്ക് അതിശയകരമായ ഒരു കാര്യം, എല്ലാ പരിപാടിയും തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്ത സന്തോഷം, നല്ല സന്തോഷം തോന്നുന്നു. അതുപോലെ ഒരുപാട് പ്രേക്ഷകർ ഉണ്ടാകട്ടെ NTVക്ക്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിശബ്ദ തീരത്തിനകലെ, നിശബ്ദ തീരത്തിന് അകലെ. നിശബ്ദത തന്നെ വല്ലാതെ ഒരു പരിധിയില്ലാത്ത ഒരു സങ്കല്പം നമുക്ക് തരുന്നുണ്ട്. നിശബ്ദ തീരത്തിനകലെ പോയ കാലപ്രവാഹം. നിശബ്ദ തീരത്തിനും അകലെ പോയ കാലത്തിന്റെ പ്രവാഹത്തിൽ നിശബ്ദ തീരത്തിനകലെ, നിശബ്ദ തീരത്തിനകലെ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം സാർ, ഞാൻ പ്രസീദയാണ്. ഗസൽ നിലാവിലേക്ക് സ്വാഗതം. പ്രസീദ, എന്തുണ്ട് പ്രസീദ വിശേഷം? എനിക്ക് പ്രസീദയെ മനസ്സിലായി. പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണോ? അതല്ലേ, എവിടെ? അലയിലാണല്ലേ? ഓക്കെ, ഈ പ്രോഗ്രാം അവിചാരിതമായിട്ട് കണ്ടതാണോ പ്രസീദ? ഞാൻ കുറച്ചായിട്ട് കാണുന്നുണ്ട്, വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇന്നാണ് കിട്ടിയത്. ഓക്കെ, ഒരുപാട് കോളുകൾ വരുന്നതിന്റെ തിരക്കിലായിരിക്കും പ്രസീദ വിളിച്ചിട്ടുള്ളത്. നല്ല പരിപാടിയാകുന്നുണ്ട്. ആണല്ലേ? ഇങ്ങനെ ഓരോന്നും ചെയ്യുന്ന കാണുമ്പോ നമ്മുടെ പണ്ട് ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. വളരെ സന്തോഷം. പ്രസീദ എൻ്റെ ഒരു പഴയകാലത്തെ കുട്ടിയാണ്. ഇപ്പൊ കുട്ടി ആയിരുന്നു, ഇപ്പൊ കുറെ നാളെ കണ്ടിട്ട് പ്രസീദ കല്യാണം കഴിച്ചപ്പോ അലയിലാണ് താമസം, അല്ലേ പ്രസീദ? എൻ്റെ ഒരു പഴയ സ്റ്റുഡന്റിനെ ഈ ഗസൽ നിലാവിന്റെ വിളിയിൽ കൂടി കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. പ്രസീദ മുടങ്ങാതെ എല്ലാ പ്രോഗ്രാം കാണണം കേട്ടോ. എങ്ങനെ ഗൾഫ് ജീവിതമൊക്കെ ആസ്വദിക്കുന്നുണ്ടോ പ്രസീദ? ഗൾഫ് ജീവിതം ആസ്വദിക്കുന്നുണ്ടോ? ഓക്കെ, എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. പ്രസീദയുടെ എല്ലാ കുടുംബ അംഗങ്ങൾക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ എൻ്റെ പ്രത്യേക അന്വേഷണം. ഓക്കെ, താങ്ക് യു പ്രസീദ. എൻ്റെ ഒരു സ്റ്റുഡന്റ് വിളിച്ചു, അതിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഞാൻ വളരെ കൊച്ചുകുട്ടിയായിരുന്നു, പഠിപ്പിച്ച ആളാണ്, ഇപ്പൊ വലിയ കുട്ടിയായി. ഓക്കെ, നിശബ്ദ തീരത്തിനകലെ പോയ കാലപ്രവാഹം. നിശബ്ദ തീരത്തിനകലെ പോയ കാലപ്രവാഹം. മനസ്സു നിറയെ മൗനമേഘങ്ങൾ, മനസ്സു നിറയെ
മേഘങ്ങൾ തന്നെ മൗനമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നവയാണ്. അപ്പോൾ ആ മേഘം പോലും മൗനമായി നിൽക്കുന്ന ഒരു മാനസിക അവസ്ഥ, അതാണ് ആ മാനസിക വ്യഥയുടെ, മാനസിക നൊമ്പരത്തിൻ്റെ അല്ലെങ്കിൽ മാനസികമായ ഒരു വികാരത്തിൻ്റെ അക്ഷരക്കൂട്ട് എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെ നിർവചിക്കാൻ പറ്റില്ല, സ്നേഹത്തെ നിർവചിക്കാൻ പറ്റില്ല, ഒരു പരിധിക്കപ്പുറത്തേക്ക് പ്രണയത്തെ ഒട്ടും നിർവചിക്കാൻ പറ്റില്ല. കാരണം അത് നൽകുന്ന ആനന്ദ അനുഭൂതി എന്ന് പറയുന്നത് അനുഭവിച്ചവർക്ക് അവാച്യമായ ചില വികാരങ്ങൾ വാക്കുകൾക്കുള്ളിൽ തളച്ചിടാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അതിൽ പ്രധാനം പ്രണയം എന്നാണ്. ഏതു ഭാഷയ്ക്കാകും ആകുന്ന ഒരു ഭാഷ ഹൃദയ ഭാഷയ്ക്ക്. ആ ഹൃദയ ഭാഷയ്ക്കും പൂർണ്ണമായ തലത്തിൽ പ്രണയത്തെ പരിഭാഷപ്പെടുത്താൻ പറ്റുമെന്ന് എൻ്റെ ചിന്തയിലുമില്ല. പിന്നെ നമുക്ക് ഇത്തരം അക്ഷരങ്ങളുടെ ഭാഷയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിൻ്റെ പിൻബലത്തോടു കൂടി ഈ വികാരങ്ങളെ നമുക്ക് പ്രകടിപ്പിക്കാം. അതിലെത്രത്തോളം വിജയിക്കുന്നു അത് നല്ല കവിതയാവുന്നു, നല്ല പാട്ടാവുന്നു. നിശബ്ദ തീരത്തിനക്കലെ പോയ കാലപ്രവാഹം മനസ്സു നിറയെ നിശബ്ദ തീരത്തിനകലെ നിശബ്ദ തീരത്തിനകലെ നിശബ്ദ തീരത്തിനകലെ നിശബ്ദ തീരത്തിനകലെ പോയ കാലപ്രവാഹം മനസ്സു നിറയെ എന്നും കൊതിക്കാൻ എന്നും കൊതിക്കാൻ സ്നേഹവീണതൻ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാൻ സുലേഖ, ഷാർജയിൽ നിന്ന്. സുലേഖ, നമസ്കാരം. ഗസൽ നിലാവിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്ത് പ്രോഗ്രാം വളരെ നന്നാവുന്നുണ്ട്. അതെയോ? എല്ലാ പരിപാടികളും കുറച്ചൊക്കെ എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്ത് തോന്നുന്നു? ഭംഗിയായിട്ട് പോകുന്നു. ഗസൽ നിലാവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഗസൽ വളരെ ഭംഗിയായി പോകുന്നു. പിന്നെ സാധാരണയായിട്ട് നമ്മൾ കേൾക്കാറുള്ളത് ഹിന്ദി ഗസൽസ് ഒക്കെയാണ്. ഈ മലയാളം ഗസൽസ് ഒക്കെ അധികം കേൾക്കാത്തത് കൊണ്ട് ഇതൊരു പുതുമയുള്ള പരിപാടി തന്നെയാണ്. അതെ, അത് ഹിന്ദി ഗസലുകൾ ഇല്ലാത്തതുകൊണ്ട് ഇതൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ടോ, അതേ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? ഇത് പൊതുവെ ഹിന്ദി ഗസൽസ് എല്ലാവർക്കും ഉള്ളതല്ല. അപ്പൊ മലയാളം ഗസൽസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഈ ഹിന്ദി ഗസൽസ് മാത്രം കേൾക്കുന്നവർക്ക് ഇടയ്ക്ക് മലയാളം ഗസൽസ് ഒരു പുതുമ തന്നെയാണ്. അതെയോ? ഓക്കെ, പിന്നെ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളതേ, പറയൂ. ചോദിക്കൂ. സാർ എപ്പോഴും പാടുന്ന സ്വന്തം ഗാനങ്ങൾ തന്നെയല്ലേ? ഞാൻ കൂടുതലും, അതായത് ഒരു 90%, അതെ, വളരെ അപൂർവമായിട്ട്. സംശയം വേറൊന്നല്ല, മറ്റുള്ളവരുടെ പാട്ടുകളൊക്കെ എന്താ പാടാത്തത്? അങ്ങനെ കൊണ്ടാണോ അതോ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതാണോ? വളരെ നല്ല ചോദ്യമാണ്. പക്ഷെ ഞാൻ മറ്റുള്ളവരുടെ പാട്ടുകൾ അപൂർവമായിട്ട് പാടാറുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ രചനയിലുള്ള പാട്ടുകളിലോട് എനിക്ക് എൻ്റെ രചനയിൽ എൻ്റെ ആത്മാവുണ്ട്. അപ്പോൾ അത്തരം പാട്ടുകൾ ചിലപ്പോൾ കുറേ പാട്ടുകൾ പാടുമ്പോൾ എല്ലാം ഒരേ ഒരു പക്ഷേ സമാനതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ മറ്റു പാട്ടുകൾ കൂടി ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനല്ല, അതാ ഞാൻ ചോദിച്ചത്. സ്വന്തം പാട്ടുകൾ സ്വന്തം രചനയിലൂടെയുള്ള ഗാനങ്ങളായി പുറത്തു വരുമ്പം എല്ലാത്തിനും ഒരേ സമാനത തന്നെ വരുന്നില്ലേ? പക്ഷേ അത് എൻ്റെ ഞാൻ മറ്റുള്ള പാട്ടുകൾ എടുക്കില്ല എന്ന് യാതൊരു നിർബന്ധ ബുദ്ധിയുള്ള ആളല്ല. പക്ഷേ എൻ്റെ സംഗീതം എൻ്റെ മാത്രമായിരിക്കും. പിന്നെ ഗസലുകളിൽ കൂടുതൽ എൻ്റെ പാട്ടുകളായിരിക്കും എന്നൊരു, ഇപ്പോൾ കൂടുതലും ഞാനൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എൻ്റെ പാട്ടുകളായിരിക്കാം മുഖ്യധാരയിലേക്ക് വരുന്നത്. മറ്റു നല്ല പാട്ടുകളും എൻ്റെ ഈണത്തിൽ എനിക്ക് ഒത്തിരി തൃപ്തി തന്ന മറ്റു പാട്ടുകൾ, ഞാൻ ഇന്ന് പാടുന്നത് തന്നെ ശ്രീമതി ലൈജ നവാബുദ്ദീൻ എഴുതിയ പാട്ടാണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ഉദാഹരണമാണല്ലോ.
അത് നമ്മൾ ഈ പാടിയ പാട്ടുകളിലൊക്കെ നമ്മൾ സൗഹൃദത്തെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പ്രതിപാദിക്കുകയുണ്ടായി. പക്ഷേ പ്രണയത്തെക്കുറിച്ചൊക്കെ എഴുതുമ്പോൾ ഈ പ്രണയത്തിൻ്റെ ഒരു പ്രസന്ന ഭാവത്തേക്കാൾ ആൾക്കാർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് പ്രണയത്തിൻ്റെ മറ്റ് ഭാവങ്ങളാണ്. നൊമ്പരങ്ങളും വിരഹവും ഒക്കെയാണല്ലോ. അതുകൊണ്ടാണ് എപ്പോഴും അത്തരം ഭാവങ്ങൾ. അല്ലല്ലോ, ഒരിക്കലും പ്രണയത്തിന് എന്തോരം വികാരങ്ങളാവുള്ളതെന്നറിയാമോ? ഇതൊക്കെ പ്രകടിപ്പിക്കാൻ നമ്മുടെ ഒരു ജന്മം മൊത്തം എഴുതിയാലും പറ്റില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, നിർവചന അതീതമാണ്. വാക്കുകളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഏകദേശമൊക്കെ ഒന്ന് നമുക്ക് പ്രകടിപ്പിക്കാൻ മാത്രമേ ഈ പ്രണയത്തിന് പറ്റുള്ളൂ, സ്നേഹത്തിന് പറ്റുള്ളൂ. എന്തായാലും വളരെ ഗൗരവ തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. വിമർശനാത്മകപരമായ ഇത്തരം ചോദ്യങ്ങളെ ഞാൻ നല്ല ആരോഗ്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അത്തരം ചിന്തകൾ എന്നിലുണ്ടാകും, അത്തരം മാറ്റങ്ങളും ഈ ഗസലുകൾ ഉണ്ടാവും. ഓക്കെ, വളരെ സന്തോഷം. നല്ല നിർദ്ദേശങ്ങൾ തന്നതിന്, ഈ പരിപാടിയെ വളരെ ഗൗരവമായിട്ട് കണ്ടതിന് താങ്ക് യു വെരി മച്ച്. അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരിക മാത്രമല്ല, ചോദ്യങ്ങളിൽ നിന്ന് ഉത്തേജനം കൊള്ളുക എന്നൊരു ലക്ഷ്യം എന്നൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്, ഈ പരിപാടിയുടെ പിന്നിലുണ്ട്. നിശബ്ദ തീരത്തിനക്കലെ പോയ കാലപ്രവാഹം മനസ്സു നിറയെ ഈ ഈണം ഇങ്ങനെയൊന്നും തീരുന്നില്ല. ഈണം തുടർന്നുകൊണ്ടേയിരിക്കാം. നമുക്ക് കാഴ്ചയുടെ ഒരു പാട്ടിൻ്റെ നല്ല കാഴ്ചയിലേക്ക് പോയി വന്നിട്ട് ഈ ഈണത്തിൻ്റെ ബാക്കി തുടരാം.